കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാഞ്ചന പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ജീവേട്ടാ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ? അത് വേണോ കാഞ്ചനെ? നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിച്ചാൽ പോരെ? ഇല്ല ജീവേട്ടാ, നമ്മളെ എന്തൊക്കെ തന്നെയായാലും എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒന്നും ഒരുമിച്ച് ജീവിക്കാൻ വിടത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണേന്ന് പറയാട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് വരും. അങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിഷം കൊണ്ട് തന്നെ വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം. ജീവേട്ടൻ എൻ്റെ കൂടെ വരില്ലേ? നമുക്ക് ഒരുമിച്ച് മരിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ കാഞ്ചന പറയാട്ടോ ആ ജീവനോട്. അപ്പോൾ ജീവൻ പറയണുണ്ട് അവസാനം, ശരി, അതാണ് നല്ലത്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാൻ കാഞ്ചനെ. നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് അവരങ്ങ് തീരുമാനിക്കട്ടോ. അങ്ങനെ നേരെ കാഞ്ചന എന്ത് ചെയ്യും, ഒരു ദിവസം നേരെ അങ്ങോട്ട് പോവുകയാണ് വീട്ടിലേക്ക്, ജീവൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെല്ലാം ജയിലിൽ വെച്ച് അമലിൻ്റെ കഥ പറയുകയാണല്ലോ. അപ്പോൾ അമലിനോട് തന്നെയാണ് ഈ കഥയെല്ലാം പറയണത്. അങ്ങനെ ഒരു ദിവസം അവൾ അങ്ങോട്ട് വന്നിരുന്നു വിഷവുമായിട്ട്. എന്നിട്ട് നമുക്ക് മരിക്കാൻ ജീവേട്ടാന്ന് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി കുറച്ച് ചോറിൽ വിഷമൊക്കെ കലർത്തുന്നുണ്ട്. വിഷം കൊണ്ട് വരുന്നതും കാഞ്ചന തന്നെയാണ് കേട്ടോ. അപ്പോൾ ജീവൻ ഒരു മിനിറ്റ് നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ചോറിലെ വിഷമെല്ലാം കുഴച്ചിട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് കാഞ്ചനയോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് മരിക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്ക് മരിക്കാൻ ഒരു ഉരുള ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ആദ്യം നിനക്ക് വാരിത്തരാം, അത് കഴിഞ്ഞ് നീ ഒരു ഉരുള എൻ്റെ വായിലേക്ക് വെച്ചതാ. ശരിയെന്നും പറഞ്ഞ് അവരങ്ങ് പൊട്ടി പൊട്ടി കരയാട്ടോ. അങ്ങനെ കാഞ്ചനയ്ക്ക് വായിലേക്ക് കാഞ്ചന തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ ജീവേട്ടന് ആദ്യം വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുരുള വാരി ജീവന് കൊടുക്കാനട്ടോ. അത് കഴിഞ്ഞ് ജീവൻ തിരിച്ച് ഒരു ഉരുള എടുത്ത് നമ്മുടെ കാഞ്ചനയ്ക്ക് കൊടുക്കുകയാണ്. പക്ഷേ കാഞ്ചന അത് കിട്ടുമ്പോൾ വാ തുറക്കുന്നില്ല. വാ തുറക്ക് കാഞ്ചനെ, വാ തുറക്കുന്ന പലതവണ പറയുകയാണ്. പക്ഷേ വാ തുറക്കണ്ടേ കാഞ്ചന, അയ്യോ ജീവേട്ട, നമുക്കിത് വേണോ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ എനിക്ക് പേടിയാവണു മരിക്കാൻ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇട്ടിട്ട് കാഞ്ചന ഇറങ്ങി ഒറ്റ ഓട്ടം ഓടുക കേട്ടോ. പാവ ജീവന് വിഷം വാരി കൊടുത്തിട്ട് കാഞ്ചന രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. അങ്ങനെ പുറകെ ചെന്ന് വിളിക്കുന്നുണ്ട്, കാഞ്ചനയെന്ന്. കാഞ്ചന ഓടുന്ന കാരണം ഇവിടെ നിന്ന് പറഞ്ഞ്, നീ എന്നെ ചതിച്ചല്ലേടി, എന്നെ ചതിച്ചല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കുഴഞ്ഞു വീഴാട്ടോ. അങ്ങനെ അത്രയാണ് പറയുന്നത്. അപ്പോൾ ജയിലിൽ വെച്ചിട്ട് അമൽ ചോദിക്കുന്നുണ്ട്, പക്ഷേ നീ എങ്ങനെ ജയിലിലായത്? അത് ഞാൻ പറയാം എന്നും പറഞ്ഞ് വാതുറക്കണതും രണ്ട് പോലീസുകാർ വന്ന് ചോദിക്കുന്നു, എടാ നിന്നോടൊക്കെ പണിയെടുക്കാനല്ലേ പറഞ്ഞു, നിനക്കൊക്കെ ഇത്രത്തോളം സംസാരിക്കാൻ എന്തായിരിക്കണം? ഇനി ബാക്കി ഒരു കാര്യം ചെയ്ത് നീയൊക്കെ രാത്രി ജയിലിനകത്ത് കിടക്കുമ്പോൾ സംസാരിച്ചാൽ മതി, പോയി പണിയെടുക്കണമെന്നും പറഞ്ഞ് രണ്ടുപേരെയും അടിച്ചു ഓട്ടിക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ വീട്ടിൽ രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ അർജുൻ വന്നിങ്ങനെ മീനുവിനോട് ചോദിക്കുന്നുണ്ട്, മീനു എന്താ നീ വല്ലാണ്ടിരിക്കുന്നത്? അല്ല, ഈ കാഞ്ചന ചേച്ചിയുടെ കാര്യം ഞാൻ ആലോചിക്കുക. കാഞ്ചന ചേച്ചി പണ്ട് സ്നേഹിച്ചിരുന്ന കാര്യങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അർജുൻ ആ കഥ അങ്ങ് നമ്മുടെ മീനുവിനോട് പറയുക കേട്ടോ. പണ്ട് ചേച്ചിക്ക് ഒരു കാമുകനുണ്ടായിരുന്നതും അവന് സൊസൈറ്റിയിൽ പാല് കൊടുപ്പായിരുന്നു ജോലിയെന്നും. പക്ഷേ അവൻ അത്ര ആൾ നല്ലവനൊന്നും അല്ലാത്തതുകൊണ്ട് അച്ഛനും മുത്തച്ഛനും ഒക്കെ അതിനെ എതിർത്തിരുന്നു. അവസാനം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത കാരണം അവരൊരുമിച്ച് മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന്. അത് ശരി. അപ്പോൾ എന്നിട്ട് എന്തായി? കാഞ്ചന ചേച്ചി തന്നെയാണ് ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞ് ജീവനെ നിർബന്ധിച്ചതും വിഷം വാങ്ങിപ്പോയതും അവിടെ ചെല്ലുന്നതും എല്ലാം. എന്നിട്ട് എന്തായാലും അവസാനം കാഞ്ചന ചേച്ചി ജീവന് വിഷം വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ച് കാഞ്ചന ചേച്ചി അത് കഴിച്ചില്ല. കാഞ്ചന ചേച്ചിക്ക് പേടിയാന്നും പറഞ്ഞ് ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ രക്ഷപ്പെടുത്തി ജീവനെ ഹോസ്പിറ്റലാക്കി. കുറേ നാളത്തേക്ക് അയാൾ ICUയിലും കാര്യങ്ങളിലൊക്കെ കിടന്ന് അങ്ങ് രക്ഷപ്പെട്ട് വന്നു. അപ്പോൾ മീന് ചോദിക്കുന്നുണ്ട്, പിന്നെ അയാളിപ്പോൾ എവിടെയുണ്ട്? ഇപ്പം അയാൾ ജയിലിലാന്ന് പറയാം കേട്ടോ. ജയിലിനകത്തോ? അതെങ്ങനെ ജയിലിൽപ്പെട്ടു? എന്താ കാര്യം? അതല്ല, അത് അന്ന് അയാളൊരു അബദ്ധവും കൂടെ കാണിച്ചിരുന്നു. അയാൾക്കൊരു അച്ഛനുണ്ടായിരുന്നു, കിടപ്പ് രോഗിയായിരുന്നു. അപ്പോൾ ഈ വിഷവും വാങ്ങി കാഞ്ചന ചെല്ലുമ്പോൾ ആദ്യം ഒരു ഉരുള ചോറ് അയാളുടെ അച്ഛന് തന്നെയാണ് അയാൾ കൊടുത്തത്. കാരണം ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനെ നോക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടാവും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊന്ന കുറ്റത്തിനാണ് ജയിലിലായതെന്ന് പറയാം കേട്ടോ. അയ്യോ, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? എന്തെങ്കിലും വൈരാഗ്യം കാണുമോ? അതൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഇനി ഇറങ്ങാറൊന്നും ആയിട്ടില്ല, ഇനിയും ശിക്ഷയൊക്കെ അനുഭവിച്ച് തീരാൻ ഒത്തിരി കാലം ഉണ്ടാവും എന്നിങ്ങനെ അർജുൻ പറയുക. പിന്നെ ചേച്ചിയുടെ മനസ്സിലും ഇപ്പോൾ അയാളെക്കുറിച്ചൊരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ പുതിയൊരു വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ എന്നല്ല ഇങ്ങനെ അവർ തമ്മിലുള്ള സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ജയിലിനകത്ത് രാത്രിയാകുമ്പോൾ ചർച്ച തുടങ്ങിയല്ലോ. അപ്പോൾ അമലുവിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഒത്തിരി സ്നേഹിച്ചതാണ് എൻ്റെ അച്ഛനെ, എനിക്ക് ജീവനായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ മരിച്ചു പോയാൽ, ഞാനും കാഞ്ചനയും മരിച്ചു പോയാൽ പിന്നെ
എങ്ങനെ ജീവിക്കും എൻ്റെ അച്ഛൻ? കിടപ്പ് രോഗി അച്ഛൻ ആരും നോക്കില്ല. നരകിച്ച് എൻ്റെ അച്ഛൻ മരിച്ചു പോവും. ആ സങ്കടത്തിൽ അച്ഛനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛന് ഒരു പിടി ചോറ് ഞാൻ വാരി കൊടുത്തത്. അതോടെ അച്ഛൻ പോയി. പക്ഷെ എൻ്റെ കൈ കൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എനിക്ക് സഹിക്കാനാവണില്ല. ഇന്ന് ഞാൻ ജയിലിലായി, എൻ്റെ അച്ഛൻ മരിച്ചു. പക്ഷെ അവളാണെങ്കിൽ സുഖമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. വിടില്ലടാ, ഞാൻ ഇറങ്ങിക്കോട്ടെ, ഞാൻ വിടില്ല, ആ കുടുംബം ഞാൻ ശരിയാക്കും എന്ന് പറയണത് ഉടനെ അമൽ പറയാട്ടോ, ശരിയാടാ, വിടരുത്, ഒറ്റ എണ്ണത്തിനെ വിടരുത്. നിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ചതിയാണല്ലോ അവൾ കാണിച്ച്. അതെ, അവൾ എന്നെ ചതിച്ചു. അവൾ എന്നെ കൊല്ലാൻ നോക്കിയതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. എന്നിട്ട് അവൾ ഓടി രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഒറ്റ എണ്ണത്തിനെ വിടരുത്, ആ കുടുംബം മൊത്തം തകർക്കണം. അവളാണെങ്കിൽ ഇപ്പോൾ കല്യാണവും കഴിച്ചിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ ഞാൻ ഏത് വിധേനയും എൻ്റെ സ്വന്തമാക്കും, എന്നിലേക്ക് അവളെ അടുപ്പിക്കും, ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും എന്ന് പീഡിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം അവളെ പീഡിപ്പിച്ച് ദ്രോഹിച്ച് അവസാനം ഞാൻ അവളെ കൈയൊഴിയും. അവളെ അനുഭവിപ്പിക്കാവുന്നതിൻ്റെ അത്രയും ഞാൻ ചെയ്യും. ഇതാണ് ഞാൻ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ജീവൻ പറയും കേട്ടോ. അപ്പോൾ അമൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കൊടും ചതിക്ക് നീ പകരം വീട്ടണം. പുറത്തിറങ്ങുമ്പോൾ ഞാനും ഉണ്ടാകും നിൻ്റെ കൂടെ. ഇതിന് പകരം വീട്ടാതിരുന്നാൽ നീ ആണാണോടാ എന്നൊക്കെ ഇങ്ങനെ ജീവനെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അമൽ. അങ്ങനെ രണ്ടുപേരും പകയുടെ ആ ഒരു തീപ്പൊരിയായിട്ടാണ് ജയിലിനകത്തിരിക്കുന്നിട്ട് ഇറങ്ങുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ രാത്രിയാകുമ്പോൾ അർജുൻ കാര്യങ്ങളും കഥകളും എല്ലാം നമ്മുടെ മീനുവിനോട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനു ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എത്രയും വേഗം ചേച്ചിയുടെ കല്യാണം നടത്തിയല്ലേ പറ്റുള്ളൂ? നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ, എന്നാലല്ലേ പറ്റൂ. എത്രയും വേഗം നടക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറയണം. അങ്ങനെ അർജുൻ നമുക്ക് കിടക്കാമെന്നും പറഞ്ഞിട്ട് മീനുവിനെ വിളിച്ച് കട്ടിലേക്ക് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്